കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡ് പാമ്പുകളാണ്. ഇത്തരത്തിൽ ലോകത്തെ ഏറ്റവും വിഷമുള്ള 10 പാമ്പുകളെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. 10ാമതായിട്ട് വരുന്നത് സോ സ്കെയിൽഡ് വൈപ്പർ. ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ 10ാമത്തെ സ്ഥാനത്തുള്ളത് സോ സ്കെയിൽഡ് വൈപ്പർ ആണ്. ചുരുട്ട മണ്ഡലി എന്നാണ് നമ്മൾ മലയാളികൾ ഇതിനെ വിളിക്കുന്നത്. അണലി വിഭാഗത്തിൽപ്പെട്ട ഒരിനം പാമ്പാണിത്. ഇന്ത്യ, ചൈന തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ചെറിയ സമതല പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലും കണ്ടുവരുന്നത്. മൂർഖൻ പാമ്പിനേക്കാൾ 2 ഇരട്ടി വിഷമുള്ള ഈ പാമ്പിന്റെ ഒരു കടിയേറ്റാൽ ആദ്യം ബാധിക്കുന്നത് ശരീരത്തിലുള്ള രക്തത്തെയാണ്. ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുകയും കടിയേറ്റ ഭാഗത്ത് രക്തസമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. ഇതിലൂടെ മോണകളിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുകയും ആ വ്യക്തി രക്തം ഛർദ്ദിക്കാനും തുടങ്ങും. കൃത്യസമയത്ത് വൈദ്യസഹായം തേടിയില്ലെങ്കിൽ സോ സ്കെയിൽഡ് വൈപ്പറുകളുടെ കടി കാരണം മരണം വരെ സംഭവിച്ചേക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ കേസുകളിൽ പേര് കേട്ട ഒരു പാമ്പാണ് സോ സ്കെയിൽഡ് വൈപ്പർ. 9ാമതായിട്ട് വരുന്നത് റസൽ വൈപ്പർ. ഇതും ഒരു അണലി വിഭാഗത്തിൽപ്പെട്ട പാമ്പാണ്. പെട്ടെന്ന് കണ്ടാൽ ചേനത്തണ്ടിലുള്ള ഡിസൈൻ പോലെ ഇതിന്റെ പുറത്ത് കാണാനാകും. ഇതിനാൽ തന്നെ ഇതിനെ ചേനത്തണ്ടൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇവയുടെ വിഷത്തിൽ അടങ്ങിയിട്ടുള്ള ഹീമോടോക്സിൻ എന്ന പദാർത്ഥം മനുഷ്യ ശരീരത്തിലെ രക്തപര്യായന വ്യവസ്ഥയെയാണ് അധികവും ബാധിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ കടിയേറ്റ ഭാഗത്ത് രക്തം കട്ട പിടിക്കുകയും ഇതുമൂലം അവയവങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഇതിനാൽ വേഗത്തിൽ തന്നെ വൈദ്യസഹായം തേടിയില്ലെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ കടിയേറ്റയാൾക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ്. ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ 20% റസൽ വൈപ്പർ കാരണമെന്നാണ് കണക്കുകൾ പറയുന്നത്. 8ാമതായിട്ട് വരുന്നത് ഫിലിപ്പൈൻ കോബ്ര. ഏറ്റവും അപകടം നിറഞ്ഞ പാമ്പുകളിൽ 8ാമതായിട്ട് വരുന്നത് ഫിലിപ്പൈൻ കോബ്ര എന്ന ഒരു തരം മൂർഖൻ പാമ്പാണ്. ഇരകളെ കടിക്കുന്നതിന് പകരം അധികവും വിഷം ചീറ്റിയാണ് ഇരകളെ ഇക്കൂട്ടർ കീഴ്പ്പെടുത്തുന്നത്. 3 മീറ്റർ ദൂരത്ത് നിന്ന് പോലും ഇവക്ക് ഇരകൾക്ക് നേരെ കൃത്യമായി വിഷം ചീറ്റാൻ കഴിവുണ്ട്. ശ്വാസകോശത്തെയും ഹൃദയത്തെയും നേരിട്ട് ബാധിക്കുന്ന ന്യൂറോടോക്സിക് അടങ്ങിയതാണ് ഫിലിപ്പൈൻ കോബ്രയുടെ വിഷം. ഇതിനാൽ തന്നെ ഇതിന്റെ ഒരു കടിയേറ്റാലോ വിഷം തട്ടിയാലോ ശ്വാസം എടുക്കാൻ തടസ്സപ്പെടുകയും ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഫിലിപ്പൈൻസ് കാടുകളിലാണ് ഇവയെ അധികവും കാണപ്പെടുന്നത്. 7ാമതായിട്ട് വരുന്നത് ടൈഗർ സ്നേക്ക്. ഓസ്ട്രേലിയൻ ദ്വീപുകളിലാണ് ഈ പാമ്പിനെ ഇന്ന് കൂടുതലും കണ്ടുവരുന്നത്. മാരക വിഷം നിറഞ്ഞ ഈ പാമ്പ് സാധാരണ ചതുപ്പ് നിലങ്ങൾ, പുഴകൾ തുടങ്ങി വെള്ളത്തിന്റെ സാമീപ്യമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലും കണ്ടുവരുന്നത്. കടുവയുടെ ശരീരത്തിലുള്ളത് പോലുള്ള നീളമുള്ള വരകൾ ഉള്ളതിനാലാണ് ഇതിനെ ടൈഗർ സ്നേക്ക് എന്ന് വിളിക്കുന്നത്. തവള, എലി, മത്സ്യങ്ങൾ ഇവയൊക്കെയാണ് ടൈഗർ സ്നേക്ക് അധികവും ഭക്ഷണമാക്കുന്നത്. മനുഷ്യനെ ആക്രമിക്കാൻ പൊതുവെ ഇക്കൂട്ടർ ഇഷ്ടപ്പെടാത്തവരാണ്. രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും കുടുങ്ങിയ അവസ്ഥയിൽ മാത്രമാണ് ഇവ മനുഷ്യനെ ആക്രമിക്കാറുള്ളത്. ഇനി അഥവാ ഇതിന്റെ ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ തന്നെ ശരീരം തളർന്ന് ശരീരത്തിനകത്തെ രക്തപ്രവാഹം കുറഞ്ഞ് കടിയേറ്റയാൾ ആകെ വിയർക്കുകയും ചെയ്യും. വേഗത്തിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ടൈഗർ സ്നേക്കിന്റെ വിഷത്തിലുള്ളത് ന്യൂറോടോക്സിൻ, കോക്കിലാൻഡ്, ഹിമോസിലിൻ, മയോടോക്സിൻ എന്നിവ അടങ്ങിയതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ ഒരു കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടൽ അത്യാവശ്യമാണ്. 6ാമതായിട്ട് വരുന്നത് കിങ് കോബ്ര. രാജവമ്പാല അഥവാ കിങ് കോബ്രയാണ് ഈ ലിസ്റ്റിൽ 6ാമതായിട്ട് വരുന്നത്. 13 അടി മുതൽ 15 അടി നീളത്തിൽ വരെ ഇവക്ക് വളരാൻ സാധിക്കും. ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് എന്ന പേരിലും കിങ് കോബ്രയെ ഇന്നറിയപ്പെടുന്നു. ഏഷ്യൻ വൻകരയിലെ പല രാജ്യങ്ങളിലും ഇന്ത്യയിലും കാണപ്പെടുന്ന ഈ പാമ്പുകൾ ഏറ്റവും വിഷം നിറഞ്ഞതും അതുപോലെ 20 വർഷം വരെ ജീവിക്കാൻ ആയുസ്സുള്ളവയുമാണ്. ഇതിന്റെ വിഷത്തിലുള്ളത് ന്യൂറോടോക്സിക് വിഷമാണ്. ഇതിനാൽ തന്നെ ഇതിന്റെ കടിയേറ്റാൽ കൃത്യസമയം വൈദ്യസഹായം തേടിയില്ലെങ്കിൽ കടിയേറ്റ് 30 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുന്നതാണ്. കബൂൺ അണലി എന്ന പാമ്പ് കഴിഞ്ഞാൽ ശത്രുക്കളുടെ ദേഹത്തേക്ക് ഒറ്റത്തവണ ഏറ്റവും കൂടുതൽ വിഷമേൽപ്പിക്കാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെ ഒറ്റത്തവണ ഏൽപ്പിക്കുന്ന കിങ് കോബ്രയുടെ വിഷത്തിന് ഒരു ആനയെയോ അല്ലെങ്കിൽ 20 മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കും. ഇത്രയേറെ കഠിനമായ വിഷം ഉള്ളതിനാലും ഇവ സാധാരണയായി മനുഷ്യനെ ആക്രമിക്കുന്നത് പൊതുവെ കുറവാണ്. 5ാമതായിട്ട് വരുന്നത് ബെൽച്ചേഴ്സ് സീ സ്നേക്ക്.
നമ്മൾ ഒരുപക്ഷെ ഇതുവരെ നേരിൽ കാണാത്ത ഒരു തരം പാമ്പാണ് സീ സ്നേക്ക്. തെക്കൻ ഏഷ്യൻ കടലിലും ഓസ്ട്രേലിയൻ കടലിലുമാണ് ഇവയെ അധികവും കണ്ടുവരുന്നത്. അധിക സമയങ്ങളും വെള്ളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവ മനുഷ്യനെ ആക്രമിക്കുന്നത് പൊതുവെ കുറവാണ്. ചില കണക്കുകൾ പ്രകാരം ഇവ ഒരു തവണ പുറത്തുവിടുന്ന വിഷം കൊണ്ട് 100 ആളുകളെ വരെ കൊല്ലാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കടലിൽ മനുഷ്യന്റെ സാന്നിധ്യം കുറവുള്ള ഭാഗങ്ങളിലാണ് ഇവ അധികവും ജീവിക്കുന്നത്. എന്നിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ വലയിൽപ്പെട്ട് ഈ പാമ്പിന്റെ ശത്രു ആകുന്നത് അധികവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. നാലാമതായിട്ട് വരുന്നത് റാറ്റൽ സ്നേക്ക്. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളായ മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളിലാണ് റാറ്റൽ സ്നേക്കിനെ കൂടുതലും കണ്ടുവരുന്നത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിഷമുള്ള പാമ്പായി അറിയപ്പെടുന്നതും റാറ്റൽ സ്നേക്കുകളാണ്. മരുഭൂമിയിലെ എത്ര വലിയ ചൂടിനെയും ചെറുത്തു ജീവിക്കാൻ ഇതിന്റെ തൊലിക്ക് സാധിക്കും. എലികൾ, മുയലുകൾ, മറ്റു ചെറിയ ജീവികൾ ഇവയൊക്കെ ഞെരുക്കി ശ്വാസം മുട്ടിച്ചാണ് ഇവ ഭക്ഷണമാക്കുന്നത്. ഇവയുടെ മറ്റൊരു അതിശയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ വലിയ റാറ്റൽ സ്നേക്കുകളേക്കാൾ വിഷമുണ്ടാകും ഇവയുടെ കുഞ്ഞുങ്ങൾക്ക്. ഇതിന്റെ വിഷത്തിൽ ഹീമോടോക്സിൻ അടങ്ങിയത് കൊണ്ട് തന്നെ ഇവയുടെ ഒരു കടിയേറ്റാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ബ്ലാക്ക് മാംബ. ആഫ്രിക്കൻ കാടുകളിൽ കണ്ടുവരുന്ന ബ്ലാക്ക് മാംബയാണ് ഈ ലിസ്റ്റിൽ മൂന്നാമത്തെ സ്ഥാനത്തുള്ളത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പാമ്പ് എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിൽ ഇരയെ പിന്തുടർന്ന് അതിനെ 8 മുതൽ 10 തവണ വരെ കടിച്ച് ഒരേ സമയം 300 മില്ലിഗ്രാം വിഷം വരെ കടിച്ചേൽപ്പിക്കാൻ ഇവക്ക് സാധിക്കും. ഈ പറഞ്ഞ 300 മില്ലിഗ്രാം വിഷത്തിന് 200 മനുഷ്യരെ വരെ കൊല്ലാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു അതിശയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ഇതിനെ ബ്ലാക്ക് മാംബ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ ശരീരത്തിന് നിറം കറുപ്പല്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് ബ്ലാക്ക് മാംബ എന്ന പേര് വന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഇവയുടെ വായയുടെ ഉൾഭാഗമാണ് കറുപ്പ്. ഇതിനാലാണ് ഇവയെ ബ്ലാക്ക് മാംബ എന്ന് വിളിക്കുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് ഇക്കൂട്ടർ. കൊടും വിഷമുള്ള ഇവയുടെ 1 മില്ലിഗ്രാം വിഷത്തുള്ളി കൊണ്ട് 200 ആളുകളെ വരെ പരിക്കേൽപ്പിക്കാൻ സാധിക്കും. ഇതിന്റെ കടിയേറ്റ ആൾക്ക് വളരെ പെട്ടെന്നു തന്നെ കണ്ണുകളിൽ ഇരുട്ട് വരികയും ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഓസ്ട്രേലിയയിലെ പാമ്പു കടിയേറ്റ കേസുകളിൽ 65% ഇവയുടെ കടിയേറ്റാണ് സംഭവിക്കുന്നത്. കാണാൻ മെലിഞ്ഞതാണെങ്കിലും ഇവയുടെ വിഷത്തിന് മാരക ശക്തിയാണ്. ഒന്നാമതായിട്ട് വരുന്നത് ഇൻലാൻഡ് തായ്പാൻ. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പായി അറിയപ്പെടുന്നത് വടക്കേ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഇൻലാൻഡ് തായ്പാനാണ്. സ്മോൾ സ്കെയിൽ സ്നേക്ക്, വെസ്റ്റേൺ സ്നേക്ക് എന്നീ വിളിപ്പേരുകളിലും ഇതിനെ അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു കടിയേറ്റാൽ തന്നെ 100 മില്ലിഗ്രാം വിഷമാണ് പുറത്തു വരുന്നത്. 1 മില്ലിഗ്രാം വിഷം വെച്ച് 100 മനുഷ്യരെ വരെ ഒരേ സമയം കൊല്ലാൻ ഇതിന്റെ വിഷത്തിന് സാധിക്കും. ഇവയുടെ വിഷത്തിന്റെ ശക്തി അളക്കാനായി എലികളെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലാണ് ശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തിയത്. ഇതിനാൽ തന്നെ ഇവയുടെ കടിയേറ്റാൽ കൃത്യസമയത്ത് വൈദ്യസഹായം തേടിയില്ലെങ്കിൽ അത് മരണത്തിന് വരെ കാരണമാകുന്നതാണ്. പൊതുവെ സാധാരണയായി ഈ വിഭാഗം പാമ്പുകൾ മനുഷ്യരിൽ നിന്നും ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇതിനാൽ തന്നെ ഇവ മനുഷ്യനെ ആക്രമിക്കുന്ന ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ പലപ്പോഴും ഇവയെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടുത്തലില്ല. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ദിവസവും 10ഉം 20ഉം പാമ്പു കടിയേറ്റ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.